കോട്ടയത്ത് മുസ്ലിം ലീഗിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി കോൺഗ്രസ്. ജില്ലാ പഞ്ചായത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ സീറ്റ് പിടിച്ചെടുത്ത് മുസ്ലിം ലീഗിന് നൽകാനാണ് ആലോചന. മധ്യകേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ സമ്മർദ്ദം ചെലുത്താനുള്ള ആദ്യഘട്ട ശ്രമമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് നടത്തുന്നത്. കോട്ടയത്ത് സ്വാധീനശക്തിയല്ലാഞ്ഞിട്ടും ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ സീറ്റ് വേണമെന്ന കടുംപിടുത്തത്തിലാണ് മുസ്ലിം ലീഗ്. മധ്യകേരളത്തിൽ സമീപഭാവിയിൽ കളം പിടിക്കുകയാണ് ലീഗിന്റെ ഉദ്ദേശം. നിയമസഭാ തെരഞ്ഞെടുപ്പിലടക്കം മധ്യകേരളത്തിൽ സീറ്റ് ചോദിച്ചു വാങ്ങാനുള്ള സമ്മർദ്ദതന്ത്രം ഇപ്പോഴേ പയറ്റുകയാണ് ലീഗ്. ജില്ലാ പഞ്ചായത്തിൽ എരുമേലി അല്ലെങ്കിൽ മുണ്ടക്കയം ഡിവിഷൻ സീറ്റാണ് ലീഗ് തുടക്കം മുതൽ ആവശ്യപ്പെടുന്നത്. കഴിഞ്ഞ തവണയും എരുമേലി സീറ്റ് ലീഗ് ആവശ്യപ്പെട്ടതാണ്. നിലവിൽ കോൺഗ്രസും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗവും മാത്രമാണ് ജില്ലാ പഞ്ചായത്തിലേക്ക് UDF നിന്നും മത്സരിച്ചിട്ടുള്ളത്. എരുമേലി മുണ്ടക്കയം സീറ്റ് നൽകാനായില്ലെങ്കിൽ ലീഗിന്റെ സമ്മർദ്ദത്തിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ ഒരു സീറ്റ് പിടിച്ചെടുത്തു നൽകി ലീഗിനെ തൃപ്തിപ്പെടുത്താനാണ് കോൺഗ്രസിന്റെ നീക്കം. മുസ്ലിം ലീഗിന് സീറ്റ് നൽകിയില്ലെങ്കിൽ മലബാറിൽ മുന്നണി സമവാക്യങ്ങൾ തെറ്റുമോ എന്ന ഭയമാണ് കോൺഗ്രസിന്. മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയെ പിണക്കി എങ്ങനെ മുന്നോട്ടു പോകുമെന്നും കോൺഗ്രസിനെ ആശങ്കയിലാക്കുന്നു. അതേസമയം ലീഗിന് സീറ്റ് നൽകുന്നതിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കടുത്ത അതൃപ്തിയാണുള്ളത്. മധ്യകേരളത്തിൽ ലീഗ് സ്വാധീനശക്തിയല്ലെന്നിരിക്കെ ലീഗിന്റെ ആവശ്യം അംഗീകരിക്കുന്നതിന് സമാനമായി മലബാറിൽ കേരള കോൺഗ്രസിന് സീറ്റ് വിട്ടു നൽകാൻ ലീഗ് തയ്യാറാകുമോ എന്നാണ് ചില കേരള കോൺഗ്രസ് നേതാക്കളുടെ ചോദ്യം. ഈ ചോദ്യത്തിന് മുമ്പിൽ ഉത്തരം കിട്ടാതെ വലയുകയാണ് കോൺഗ്രസ് നേതൃത്വവും. UDF നേതൃസ്ഥാനം കൈക്കലാക്കാൻ മുസ്ലിം ലീഗ് ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾ ഉയരുന്നതിനിടയിലാണ് മധ്യകേരളത്തിൽ പിടിമുറുക്കാൻ തദ്ദേശ തെരഞ്ഞെടുപ്പോടെ ലീഗ് ശ്രമിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനടക്കം സമാനമായ ആരോപണം ലീഗിനെതിരെ ഉന്നയിച്ചതും കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കി വിമർശകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനം, കോട്ടയം.